നമുക്കിന്നൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് ഒരു ഇരുമ്പ് പാൻ വെച്ചു. അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ മസാല കൂട്ടി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ട്. ഇതിൽ ഞാൻ എല്ലാം പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഒരു ലേശം കോൺഫ്ലോർ, വേണ്ടവർക്ക് കോൺഫ്ലോർ ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഒന്നും കൂടി നമുക്കൊന്ന് ചെറിയ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ നീര് കുറച്ച് ഒഴിച്ചാലും നന്നായിരിക്കും. എന്നിട്ടിതിങ്ങനെ ഓരോന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോന്നിങ്ങനെ നിരത്തി കൊടുക്കുക. വളരെ എളുപ്പമുള്ള പണിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വലിയവർക്കും കഴിക്കാം കേട്ടോ. ബാക്കിയുള്ള മസാല ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല വെറുതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പരിപാടിയാണെന്ന് അത് സൈഡായിട്ട് വിളമ്പാനായിട്ട്. ഇത്ര മതി. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് മറിച്ചിടുന്നത്. അപ്പം മറിച്ചിടാൻ കുറച്ച് എളുപ്പമുണ്ടാവും, വേഗം പോരും ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിടുക. തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി മസാല നമ്മൾ മുകളിൽ ഒഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് വളരെ തീ കുറച്ചിടണം. കാരണം കരിയാൻ സാധ്യത കൂടുതലാണ്. മറിച്ചിട്ടപ്പം ആ ഭാഗത്തുള്ള മസാലയൊക്കെ അടിയിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇത് വേവണ വരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം വീണ്ടും ഒന്നുകൂടി നമുക്ക് മറിച്ചിടാം. ഇതേപോലെ എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് മറിച്ചിടാവുന്നതാണ്. മസാല കരിഞ്ഞിട്ടൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്കത് ഒരു സെക്കൻഡ് ഞാൻ വെറുതെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി.